ശ്രീ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ ഒരു അവതാരമാണ് ശ്രീ നരസിംഹമൂർത്തി. അതിഭയങ്കരമായ കോപാവേശത്തോടുകൂടിയ ഈ മൂർത്തിയുടെ യന്ത്രം കഠിനമായ ഉപദ്രവങ്ങളെ പോലും ഇല്ലാതെയാക്കുന്നു. തന്റെ പ്രിയ ഭക്തനായ പ്രഹ്ലാദന്റെ രക്ഷയ്ക്കും ദുഷ്ട ശിക്ഷണത്തിനുമായും അവതാരമെടുത്ത ഈ മൂർത്തി ഭക്തന്മാരോട് സദാ കാരുണ്യമുള്ളവനാണ്. ക്ഷിപ്ര ഫലസാധ്യതയുള്ളതാണ് നാരസിംഹയന്ത്രം. ഉഗ്രമൂർത്തിയാണ് നരസിംഹമൂർത്തി എന്നതുകൊണ്ട് തന്നെ ഈ യന്ത്രം എഴുതുന്ന വ്യക്തികളും അതുപോലെ തന്നെ ധരിക്കുന്ന വ്യക്തികളും അതീവ ഭക്തിശ്രദ്ധ ഉള്ളവരായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചെമ്പ്, വെള്ളി മുതലായ ലോഹങ്ങളിൽ ഈ യന്ത്രം എഴുതാവുന്നതാണ്. വിധിപ്രകാരം ഭക്തിശ്രദ്ധയോടുകൂടി യന്ത്രം എഴുതി കഴിഞ്ഞതിന് ശേഷം ജലാധിവാസം ചെയ്യണം. പിറ്റേന്ന് അതിനെ എടുത്ത് പുറ്റുമണ്ണ് കൊണ്ടും നാൽപ്പാമരപ്പൊടി കൊണ്ടും തേച്ച് കഴുകാം. അതിനുശേഷം പുണ്യാഹം ജപിച്ച് തളിക്കണം. അനന്തരം കലശം, പഞ്ചഗവ്യം എന്നിവ പൂജിച്ചാടാം. അതിനുശേഷം നരസിംഹമൂർത്തിയെ വിധിപ്രകാരം യന്ത്രത്തിന്മേൽ ആവാഹിച്ച് സപരിവാരം പൂജിക്കണം. പൂജയോടൊപ്പം തന്നെ പ്രാണപ്രതിഷ്ഠാ മന്ത്രവും തൊട്ടുജപിക്കാം. പിന്നീട് നരസിംഹ മന്ത്രവും യഥാശക്തി തൊട്ടുജപിക്കണം. ജപത്തിന്റെ 10 ഹോമിച്ച് സംവാദം സ്പർശിക്കുകയും വേണ്ടതാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞതിന് ശേഷം നരസിംഹയന്ത്രത്തെ ധരിക്കുവാനോ സ്ഥാപിക്കുവാനോ ആയി നൽകാവുന്നതാണ്. യന്ത്രം രക്ഷപിശാചാമയ വിഷരിപുവിധ്വംസനം നാരസിംഹം എന്നാണ്. രക്ഷസുക്കൾ, പിശാചുക്കൾ, മഹാരോഗങ്ങൾ, വിഷഭയം, ശത്രുക്കളുടെ ഉപദ്രവം എന്നിവയെല്ലാം തന്നെ ഈ നരസിംഹയന്ത്രം ഉന്മൂലനാശനം വരുത്തുന്നതാണ്. ഭൂതാപസ്മൃതി ദുഃഖരോഗശമനം യന്ത്രം രിപുധ്വംസനം എന്ന പ്രമാണത്തിൽ പറയുന്നത് വിധിപ്രകാരം യന്ത്രം എഴുതി പൂജിച്ചതിന് ശേഷം നരസിംഹയന്ത്രം വിധിപ്രകാരം ധരിച്ചാൽ അപസ്മാരം, കഠിനമായ തരത്തിലുള്ളതായിരിക്കുന്ന രോഗങ്ങൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ തുടങ്ങിയവ യാതൊന്നും തന്നെ തൻ്റെ ഭക്തനുമേൽ ഏൽക്കില്ല എന്നാണ്. എന്നു മാത്രമല്ല ഉണ്ടായിരുന്ന ഉപദ്രവങ്ങൾ സകലതും നശിച്ചു പോവുകയും ചെയ്യുന്നതാണത്രേ. യന്ത്രം ക്ഷുദ്രവിഷഗ്രഹാമയ രിപുപ്രധ്വംസനം ശ്രീപദം എന്നതിൽ പറയുന്നത് ശക്തിയേറിയതായ ഈ നരസിംഹയന്ത്രം ധരിച്ചാൽ ക്ഷുദ്രാഭിചാരം, വിഷഭയം, ഗ്രഹപീഡ, രോഗങ്ങൾ, ശത്രുപീഡ തുടങ്ങിയവ നശിക്കുകയും സമ്പൽ സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ജാതകത്തിൽ ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങൾ അനുകൂലങ്ങളായിരിക്കുന്നവർക്ക് പ്രസ്തുത യന്ത്രം വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. ബുധന്റെയും വ്യാഴന്റെയും ദശാപഹാര കാലങ്ങളിലും ഈ യന്ത്രം വളരെയധികം ഗുണം പ്രദാനം ചെയ്യുന്നതാണ്.